പക്ഷേ ഈ തോൽവി അനിവാര്യമായിരുന്നു എന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം അർജന്റീന ഈ മത്സരത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് ജയിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ചില ആരാധക പ്രതികരണങ്ങളിലേക്ക് കൂടി. മത്സരം അവസാനിച്ചിരിക്കുന്നു. ഒടുവിൽ സ്പെയിൻ എതിരില്ലാത്ത ഒരു ഗോളിനാണ് അർജന്റീനയെ പരാജയപ്പെടുത്തിയത്. എന്തായാലും അർജന്റീനക്കാരില്ലേ ഒന്നുമില്ലേ അർജന്റീന സ്പെയിൻ ജയിക്കും. ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു, സ്പെയിനെ ജയിക്കും. അർജന്റീനയുടെ ആരാധകരൊക്കെ ഏറെക്കുറെ പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അർജന്റീന വിരുദ്ധ ടീമാണ് കൂടുതലുള്ളത്. അതായത് സ്പെയിൻ അല്ലെങ്കിൽ പോലും ബ്രസീലിന്റെയും മറ്റു ആരാധകരാണ് ഏറ്റവും കൂടുതൽ അർജന്റീന വിരുദ്ധ ചേരിയിലുണ്ടാവുന്നത്. കളി എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കുന്ന പ്രതീക്ഷ സ്പെയിൻ നന്നായിട്ട് കളിച്ചല്ലേ? നിരാശയുണ്ട്. കളി ഇഷ്ടപ്പെട്ടു, പക്ഷേ നിരാശയുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും മത്സരം വളരെ വിപുലമായി തന്നെ അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും മികച്ച മത്സരമാണ്. നമുക്കറിയാം സ്പെയിൻ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ആവേശമാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത്. തിരൂരിൽ നിന്നുള്ള ചില ആരാധകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. കളി കഴിഞ്ഞു. വൻ ആവേശത്തിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ. എന്തായാലും സ്പെയിൻ വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ട സ്പെയിനുകാരുണ്ടല്ലോ, അവരൊക്കെ ഇന്നലെ വാങ്ങിയ ജയിച്ചാണ്. വൻ ആവേശമാണ്, വൻ ആവേശമാണ്. കളി എങ്ങനെ യഥാർത്ഥ സ്പെയിൻ ഫാനാണോ? പണ്ട് മുതൽ സ്പെയിൻ ഫാനാണ്. എന്ത് സ്പെയിനല്ലേ? എന്ത് സ്പെയിൻ? തോറ്റില്ലേ? അർജന്റീന കളിയുണ്ടായിരുന്നു. തൃപ്തരാണ്. ശക്തമായിട്ട് അടുത്ത ലോകകപ്പിൽ തിരിച്ചു വരും. കളി പറന്നുപോയോ? ഫൈനലാകുമ്പോഴേക്ക് കളി പറന്നുപോയതല്ല പ്രശ്നം. സ്പെയിന് പൊതുവെ നല്ല ടീമാണ്. മാത്രമല്ല ഞങ്ങളുടെ കളിക്കാർക്ക് പിന്നെ ആദ്യം ഭയങ്കര സമ്മർദ്ദത്തിലായിപ്പോയി. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാല് സ്പെയിനിന്റെ എല്ലാ ആളുകളും ഒറ്റ കാര്യം സ്പെയിനിൽ ലാറ്റിൻ അമേരിക്കൻ ശൈലി കളിയാണ്. അർജന്റീന തോൽക്കലായിരുന്നു. ഇവരൊക്കെ പ്രാക്ടിക്കൽ ഫാൻസ് ആണ്. പ്രാക്ടിക്കൽ ഫാൻസ് ഇവർക്ക് സ്വന്തമായിട്ടൊരു ധാരണ ഇല്ല. പ്രാക്ടിക്കൽ ഫാൻസ് ഈ ആഘോഷം മൊത്തം പ്രാക്ടിക്കൽ ഫാൻസിന് മാത്രമായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. ഒറിജിനൽ സ്പെയിൻകാരെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കപ്പെടുക്കുന്നത്. അർജന്റീനയും ബ്രസീലിനെയും ഞങ്ങൾ മലർത്തിയടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മാറി നടന്ന ആൾക്കാരാണ്. എന്തായാലും ടീം ഏതാണ് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോഴും ഇവിടെ മലപ്പുറത്ത് തർക്കം നടക്കുന്നത്. സൗഹൃദപരമായിട്ടുള്ള ഫുട്ബോൾ അന്തരീക്ഷമാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ആഘോഷം അങ്ങനെ തുടരുക തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.